ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചക്ക ബിരിയാണി അപ്പോൾ പൊടിച്ചൊക്കെ നമ്മൾ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ വേവിക്കാൻ വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, തക്കാളി, വെളുത്തുള്ളി ഇതെല്ലാം എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ചിട്ട് ഊറ്റി മാറ്റിയെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ചിക്കൻ മസാല, നമ്മളെ മുളക് പൊടി, ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു പാൻ എടുത്ത് വയ്ക്കുക. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിച്ചൊക്കെ നമ്മളൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആക്കുന്നത്. ഒന്ന് നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് നല്ല രീതിയിലൊന്ന് വരണം. അതിനാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. മിക്സ് ചെയ്താൽ ഇങ്ങനെ പൊരിച്ച് കോരിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു എണ്ണയിൽ തന്നെ നമ്മളിതിൻ്റെ കൂട്ടുണ്ടാക്കാൻ പോവുകയാണ്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് വറ്റൽമുളക്, നമ്മുടെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി അതിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മളെന്താ പച്ചമുളകും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഈ പച്ചമുളക് നീളത്തിന് അരിഞ്ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതൊന്ന് മിക്സായി വരുമ്പോഴേക്കും നമ്മളെ സവാള ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് ഒന്ന് പരുവാകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് അതിന് വഴണ്ട് വരാനായിട്ട് അങ്ങോട്ട് സമയം കൊടുക്കുക. എന്താ ഈ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ച് തക്കാളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മളെ ഗരം മസാല ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് ഈ ഒരു പരുവം ആവുന്ന വരെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പൊരിച്ച് കോരി വെച്ചിരിക്കുന്ന പൊടിച്ചക്ക ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മല്ലിയിലിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വറ്റി വരാനായിട്ട്, അതായത് ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബിരിയാണിക്കുള്ള വെള്ളത്തിൽ നമ്മൾ ബീൻസ്, ക്യാരറ്റ്, പട്ട ഇതൊക്കെ ഇട്ട് റെഡിയായി കഴിഞ്ഞു. ബിരിയാണി ചോറ് റെഡിയായി കഴിഞ്ഞു. അതിന് നമ്മളൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. പക്ഷേ നിങ്ങളെല്ലാവരും ചക്ക ബിരിയാണി എന്ന് പറയുമ്പോൾ മിക്സിംഗ് അല്ലേ. ഇവിടെ നമുക്ക് മിക്സിംഗ് വേണ്ടാത്തതുകൊണ്ട് നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആണ്. കറി, ചോറ് സെപ്പറേറ്റ് ആണ് എടുത്തത് കേട്ടോ. ട്രസ്റ്റ് മീ ഗൈസ്, സൂപ്പർ ടേസ്റ്റ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് കൊടുക്കുക. ടാറ്റാ ബൈ ബൈ, സീ യു.